ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡൈജഷനെ കുറിച്ച്, അതായത് ദഹന വ്യവസ്ഥയെ കുറിച്ചൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ പഠിക്കുക ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന വ്യവസ്ഥയെക്കുറിച്ചാണ്. 2 ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസിനെ, അതായത് പോഷകങ്ങളെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെ, സ്ട്രക്ചർ ഓഫ് വില്ലസിനെ കുറിച്ച് നമ്മൾ മുൻപുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് വില്ലസ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, സ്ട്രക്ചർ ഓഫ് ബ്ലഡ്, നമ്മുടെ രക്തത്തിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഹാർട്ട്, ഹൃദയത്തെക്കുറിച്ച്, ഹെൽത്ത് ഓഫ് ഹാർട്ട്, ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 9ാം ക്ലാസ്സിൻ്റെ മലയാളത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊക്കെ പോയി കാണാം. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് കണ്ടൻറ്റ്സ് പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ രൂപത്തിൽ പഠിച്ചെടുക്കാം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് പോയി മനസ്സിലാക്കി എടുക്കാം ഈ ചാപ്റ്റർ. ഓക്കെ ആണല്ലോ. നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണാൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദി ബോഡി, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ്, പോഷകങ്ങൾ എന്തൊക്കെയാണ്? അപ്പം നമുക്കറിയാം, പോഷക ആഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവും, അല്ലെ നല്ലൊരു ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പോഷക ആഹാരങ്ങൾ കഴിക്കണം. സോ എന്തൊക്കെയാണ് പോഷകങ്ങൾ? നിങ്ങൾക്കറിയുന്ന പോഷകങ്ങൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വിറ്റാമിൻസ്, മിനറൽസ് ആൻഡ് വാട്ടർ. ഇതൊക്കെ എന്താണ്, ന്യൂട്രിയൻസ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് മീൻ ബൈ ബാലൻസ്ഡ് ഡയറ്റ്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ ഈ ഒരു കാലത്ത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ബാലൻസ്ഡ് ഡയറ്റ്. തടി കുറയ്ക്കാനൊക്കെ ചിലർ നോക്കാറുണ്ട്, തടി കൂട്ടാനും ഡയറ്റൊക്കെ ആവശ്യമുണ്ട്. ഫുഡ് ദാറ്റ് പ്രൊവൈഡ്സ് ഓൾ ദി ന്യൂട്രിയൻസ് റിക്വയർഡ് ബൈ ദി ബോഡി ഇൻ ദ റൈറ്റ് പ്രൊപ്പോർഷൻ. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഫുഡ് ദാറ്റ് പ്രൊവൈഡ്സ് ഓൾ ദി ന്യൂട്രിയൻസ് റിക്വയർഡ് ബൈ ദ ബോഡി ഇൻ ദ റൈറ്റ് പ്രൊപ്പോർഷൻ. ശരിയായ അളവിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് തരുന്ന ഭക്ഷണത്തെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുക. ശരിയായ അളവിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് അഥവാ പോഷകങ്ങൾ തരുന്ന ഭക്ഷണത്തെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം. Third question, the concept of food plate is helpful for healthy living. What is a food plate? Okay, food plate എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? A food plate consists of half a plate of fruits and vegetables, a quarter of grains, a quarter of protein-rich foods, and a glass of milk or milk products. Okay, മനസ്സിലാക്കി വെക്കുക. എന്താണ് ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഫുഡ് പ്ലേറ്റിൽ ഹാഫ് എന്തായിരിക്കും? പ്ലേറ്റിൻ്റെ ഹാഫും ഫ്രൂട്ട്സും വെജിറ്റബിളും ആയിരിക്കും. പിന്നെ വരുന്ന ഒരു ക്വാർട്ടർ ഗ്രീൻസ്, ധാന്യങ്ങളായിരിക്കും. അടുത്തൊരു ക്വാർട്ടർ പ്രോട്ടീൻ റിച്ച് ഫുഡായിരിക്കും, അല്ലെങ്കിൽ ഗ്ലാസ് ഓഫ് മിൽക്ക്, അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്റ്റ്സ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഫുഡ് പ്ലേറ്റ് എന്ന് പറയാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഈറ്റിംഗ് ജങ്ക് ഫുഡ് ഓൺ എ റെഗുലർ ബേസിസ് ഇസ് നോട്ട് ഗുഡ്? ദിവസവും ഡെയിലി നമ്മൾ പുറത്തു നിന്നൊക്കെ ഫുഡ് കഴിക്കുകയാണ്, ജങ്ക് ഫുഡ് കഴിക്കുകയാണ്, പുറത്തുള്ള ഫുഡ്സൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ജങ്ക് ഫുഡ് ഈസ് ഹൈ ഇൻ കലോറീസ് ആൻഡ് ലോ ഇൻ ന്യൂട്രീഷണൽ വാല്യൂ. ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് കലോറിയിൽ കൂടുതലാണ്. ഓക്കെ, ജങ്ക് ഫുഡിലൊക്കെ ഒരുപാട് കലോറീസ് ഉണ്ട്, പക്ഷേ അതിൽ പോഷകങ്ങളുടെ അളവ് കുറവാണ്, ന്യൂട്രീഷണൽ വാല്യൂ കുറവാണ്. ദിസ് ക്യാൻ ലീഡ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആൻഡ് സർട്ടൻ ഹെൽത്ത് പ്രോബ്ലംസ്. ഇത് എന്തിനു കാരണമാവും? പോഷകാഹാരത്തിൻ്റെ കുറവിനും അതുപോലെ തന്നെ നമുക്ക് സർട്ടൻ ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ്, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. വൈ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. വൈ? ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ രാവിലത്തെ ഭക്ഷണം ഒരിക്കലും സ്കിപ്പാക്കരുത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്യാൻ ലീഡ് ടു പ്രോബ്ലംസ് ലൈക്ക് ഫെറ്റീഗ്, സ്ലീപ്പിനെസ്, ഇൻഅറ്റൻഷൻ ആൻഡ് മെമ്മറി ലോസ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതിലൂടെ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ഫെറ്റീഗ്, സ്ലീപ്നെസ്, അതായത് ഭയങ്കര ഉറക്കം വരും. പിന്നെ ഇൻഅറ്റൻഷൻ, നമ്മളിപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാണ്ട് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പീരീഡ് തന്നെ നമുക്ക് അത്ര അറ്റൻറ്റീവ് ആയിരിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ മെമ്മറി ലോസ്, ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും.
അടുത്തൊരു ചോദ്യമാണ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ കോംപ്ലക്സ് ന്യൂട്രിയൻസ് ഇൻ ടു സിമിലർ വൺ ഫോർ അബ്സോർപ്ഷൻ. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ നമ്മൾ ബ്രേക്കിംഗ് ഡൗൺ ചെയ്ത്, അതായത് അതിനെ പൊട്ടിച്ച് സിമിലർ വൺസ് ആക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. എന്തിനാണ് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ളതിനെ സിമിലർ ആക്കുന്നത്? അബ്സോർപ്ഷൻ സാധ്യമാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബോഡിയിലേക്ക് വലിച്ചെടുക്കണമെങ്കിൽ കോംപ്ലക്സ് ആയിരുന്നാൽ പറ്റില്ല അല്ലേ, കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരുന്നാൽ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ അതിനെ ബ്രേക്കിംഗ് ഡൗൺ ചെയ്ത് സിമിലർ വൺസ് ആക്കും അബ്സോർപ്ഷന് വേണ്ടി. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഡൈജഷൻ. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡൈജഷൻ. 6th ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ complex nutrients into similar ones for absorption is called digestion. ഓക്കെ, ഈ ഒരു ഡെഫിനേഷൻ പഠിച്ചു വെക്കാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. 7th ക്വസ്റ്റ്യൻ. ദ ഡിഫറൻസ് ഇൻ ഡൈജസ്റ്റീവ് പ്രോസസ് ഇൻ യൂണിസെല്ലുലാർ അമീബ ആൻഡ് മൾട്ടി സെല്ലുലാർ ഹൈഡ്ര. ഒറ്റ സെല്ലുള്ളതിനെയാണ് നമ്മൾ യൂണിസെല്ലുലാർ എന്ന് പറയുന്നത്. അമീബയൊക്കെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. അതുപോലെ മൾട്ടി സെല്ലുലാർ, ഒന്നിലധികം സെല്ലുകളുള്ള ജീവികളെയാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ എന്ന് പറയാം. ഹൈഡ്ര എന്ന് പറയുന്നത് ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, എന്ത് ഡിഫറൻസ് ആണ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള അമീബയിലും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഹൈഡ്രയിലും ഡൈജസ്റ്റീവ് പ്രോസസ്സിലുള്ളത്? ഓക്കെ, ഇവർ രണ്ടുപേരുടെയും ഡൈജസ്റ്റീവ് പ്രോസസ്സ് എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ അമീബ. Both the intracellular digestion and extracellular digestion is seen in Hydra. അമീബയിൽ കാണുന്നത് ഇൻട്രാസെല്ലുലാർ, അതായത് ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഡൈജഷനാണ് ഉള്ളത്. പക്ഷേ ഹൈഡ്ര എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻട്രാസെല്ലുലാർ ഡൈജഷനും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്. എന്താണ് വ്യത്യാസമുള്ളത്? ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ അമീബ. ബോത്ത് ദി ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ ആൻഡ് എക്സ്ട്രാസെല്ലുലാർ ഡൈജഷൻ ആർ സീൻ ഇൻ ഹൈഡ്ര. അമീബയിൽ ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ എന്താണെന്ന് ഡൗട്ട് ഉണ്ടാവും. ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനൊക്കെ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നത്, വിത്തിൻ ദ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ എന്ന് പറയാം. ഡൈജഷൻ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് നടക്കുമ്പോൾ അതിനെ നമ്മൾ ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ എന്ന് പറയും. ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയാം, സെല്ലിന് പുറത്ത്, ഔട്ട്സൈഡ് ദി സെല്ലിന് പുറത്ത് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസും ഡൈജഷനും ഒക്കെ നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ എന്നും പറയും. അമീബയിൽ നടക്കുന്നത് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ മാത്രമാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹൈഡ്ര അവിടെ ഇൻട്രാ സെല്ലുലാറും എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും നടക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഓക്കെ ആണല്ലോ. 8th ക്വസ്റ്റ്യൻ നോക്കാം. അമീബ സൂഡോപോഡിയ ഫോർ റിസീവിങ് ഫുഡ്, ഹൈഡ്ര. ഇവിടെ നമുക്ക് സെക്കൻഡ് വണ്ണ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വണ്ണ് തമ്മിലുള്ള റിലേഷൻ മനസ്സിലാവണം. അമീബയ്ക്ക് നേരെ സൂഡോപോഡിയാണ് എഴുതിയത്. ഫോർ റിസീവിങ് ഫുഡ്, അമീബ ഫുഡ് റിസീവ് ചെയ്യാൻ, അതായത് ഭക്ഷണത്തെ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. അതുപോലെ ഹൈഡ്ര ഉപയോഗിക്കുന്നത് എന്താണ്? ഹൈഡ്ര ഉപയോഗിക്കുന്നത് ടെറ്റാക്കിൾസ് ആണ്. ഫുഡ് റിസീവ് ചെയ്യാൻ വേണ്ടി, ഫുഡ് കൈപ്പറ്റാൻ വേണ്ടി ഹൈഡ്ര യൂസ് ചെയ്യുന്നതാണ് ടെൻറ്റാക്കിൾസ്. ഇനി 9th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡൈജഷൻ ഇൻ ഹ്യൂമൻ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡൈജഷൻ ഇൻ ഹ്യൂമൻ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ? മനുഷ്യരുടെ സെല്ലിന് പുറത്ത് നടക്കുന്ന ഡൈജഷൻ അഥവാ സെല്ലിന് പുറത്ത് നടക്കുന്ന അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടല്ലോ, പോഷകങ്ങളെയൊക്കെ വലിച്ചെടുക്കുന്ന അബ്സോർപ്ഷന്, ഡൈജഷന്, ഇതൊക്കെ മനുഷ്യർക്ക് പുറത്ത് നടക്കുകയാണ്. സെല്ലിന് പുറത്ത് നടക്കുന്നതിൽ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡൈജഷനുള്ള പങ്ക് എന്താണ്? അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവിടെ ഓർത്ത് വെക്കുക, മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ് ബൈ ടീത്ത് ആൻഡ് മസിൽസ്. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നമ്മുടെ പല്ലുകളും അതുപോലെ തന്നെ മസിൽസ് ഉപയോഗിച്ച് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുക, ചെറിയ ചെറിയ കണികകളാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് നമ്മൾ ചവച്ച് എന്താക്കും, അതിനെ ചെറുതാക്കി മാറ്റുക അല്ലേ. ഇനി കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ബൈ ദ എൻസൈംസ് പ്രസൻറ്റഡ് ഇൻ ഡൈജസ്റ്റീവ് ജ്യൂസസ്. കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഒരുപാട് എൻസൈംസ് അവിടെ പ്രൊഡ്യൂസ് ആവും. ഡൈജസ്റ്റീവ് ജ്യൂസസിലുള്ള എൻസൈമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡൈജഷൻ പ്രോസസ്സുകൾ നടക്കും. ഇനി 10th ക്വസ്റ്റ്യൻ. വേർ ഡസ് മെക്കാനിക്കൽ ഡൈജഷൻ ആൻഡ് കെമിക്കൽ ഡൈജഷൻ എക്കോർ ഇൻ ഹ്യൂമൻ? നമ്മുടെ മനുഷ്യരിൽ
മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും എവിടെയൊക്കെയാണ് നടക്കുന്നത്? മൗത്ത്, സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. നമ്മുടെ വായിലും അതുപോലെ തന്നെ വയറിലും സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ചെറുകുടലിലുമാണ് ഈ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡൈജഷൻ നടക്കുന്നത്. ദ ടീത്ത് ഇൻ ദ മൗത്ത് ഹെൽപ്പ് ഇൻ ബൈറ്റിംഗ് ആൻഡ് ച്യൂയിങ് ദ ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ടങ്. നാവിൻ്റെ സഹായത്താൽ നമ്മുടെ ഫുഡിനെ ചവയ്ക്കാനും അതുപോലെ തന്നെ ചെറുതാക്കുവാനൊക്കെ പല്ല് സഹായിക്കും. പല്ല് എവിടെയാണുള്ളത്? നമ്മുടെ മൗത്തിലല്ലേ. അടുത്തത്, ദ പെരിസ്റ്റാലിസിസ് ഓഫ് ദി സ്റ്റൊമക്ക് വാൾ കോസസ് ദ ഫുഡ് ടു ബിക്കം എ പേസ്റ്റ് ഫോം. നമ്മുടെ സ്റ്റൊമക്കിൽ, നമ്മുടെ വയറിൽ പെരിസ്റ്റാലിസിസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഈ പെരിസ്റ്റാലിസിസ് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിനെ ഒരു പേസ്റ്റ് ഫോം ആക്കും. ഒരു പേസ്റ്റ് ഫോം ആക്കും. ഇനി പെരിസ്റ്റാലിസിസ് ആൻഡ് സെഗ്മെൻറ്റേഷൻ ഇൻ ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഹെൽപ്പ് ഫുഡ് മൂവ് ആൻഡ് മിക്സ് വിത്ത് ഡൈജസ്റ്റീവ് ജ്യൂസസ്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിലുള്ള നമ്മുടെ ചെറുകുടലിലുള്ള പെരിസ്റ്റാലിസിസും സെഗ്മെൻറ്റേഷനും എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യിപ്പിച്ചിട്ട് ഡൈജസ്റ്റീവ് ജ്യൂസസുമായിട്ട് മിക്സ് ചെയ്യും. അതായത് എൻസൈംസ്, ഡൈജസ്റ്റീവ് ജ്യൂസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് എൻസൈംസ് ഉണ്ടാവും. ആ എൻസൈംസൊക്കെ ആയിട്ട് നമ്മുടെ ഫുഡ് എന്ത് ചെയ്യും? മിക്സ് ആവും. ഇനി 11th ക്വസ്റ്റ്യൻ നോക്കൂ. സ്ട്രക്ചർ ഓഫ് എ ടൂത്ത്. ഒരു ടൂത്തിൻ്റെ സ്ട്രക്ചർ. ഇനാമൽ, ഡെൻഡൻ, പൾപ്പ് കാവിറ്റി, ദീസ് ആർ ദ മേജർ പാർട്ട് ഓഫ് ടൂത്ത്. നിങ്ങൾക്കിവിടെ ചിത്രത്തിൽ കാണാം. ഇനാമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണുന്നതാണ്. അതിനുള്ളിൽ വരുന്നതാണ് ഡെൻറ്റൈൻ. പിന്നെ സിമൻ്റ് ഉണ്ട് അതിനെ കവർ ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ പൾപ്പ് ക്യാവിറ്റിയും കാണാം അല്ലേ. ഇനാമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ആണ്, ഹാർഡസ്റ്റ് ഡെഡ് ഔട്ടർ പാർട്ടാണ്. ഇനാമൽ എന്ന് പറയുന്നത് ഡെഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്, വിച്ച് ഈസ് ഹാർഡസ്റ്റ്, നല്ല കട്ടിയുള്ളതാണ്. അതാണ് ഏറ്റവും ഔട്ടർ പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് ഡെൻറ്റൈൻ. ഇറ്റ് ഈസ് എ ലിവിങ് ടിഷ്യൂ വിച്ച് ഫോംസ് ദി ടൂത്ത്. നമ്മുടെ ടൂത്ത്, പല്ലിനെ ഉണ്ടാക്കുന്ന ഒരു ടിഷ്യൂ ആണ് ഡെൻറ്റൈൻ, വിച്ച് ഈസ് ലിവിങ്. ലിവിങ് ടിഷ്യൂ ആണ് ഡെൻറ്റൈൻ. ഇനാമൽ എന്ന് പറയുന്നത് ഡെഡ് ടിഷ്യൂ ആണ്. നെക്സ്റ്റ് വൺ പൾപ്പ് ക്യാവിറ്റി ആണ്. ദ ഇന്നർമോസ്റ്റ് ക്യാവിറ്റി വർ ദ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ഓർ പൾപ്പ് സീൻ. ബ്ലഡ് വെസൽസ്, നെർവ് ഫൈബേഴ്സ് ആൻഡ് ഓഡോണ്ടോപ്ലാസ്റ്റ് സെൽസ് ആർ സീൻ ഹിയർ. ഇന്നർമോസ്റ്റ് ആയിട്ട് കാണുന്ന, ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്നതാണ് പൾപ്പ് ക്യാവിറ്റി. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്, മനസ്സിലാവും. അവിടെ കണക്റ്റീവ് ടിഷ്യൂ, ഒരുപാട് ടിഷ്യൂകൾ കാണാം അല്ലേ. ബ്ലഡ് വെസൽസ് അവിടെയാണുള്ളത്, നെർവ് ഫൈബേഴ്സ്, ഓഡോണ്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽസൊക്കെ ഉള്ളത് നമ്മുടെ പൾപ്പ് ക്യാവിറ്റിയിലാണ്. 12th ക്വസ്റ്റ്യൻ. ദ 3 ഔട്ടർ റീജിയൻ ഓഫ് എ ടൂത്ത്. ഒരു ടൂത്തിൻ്റെ, ഒരു പല്ലിൻ്റെ ഏറ്റവും പുറത്തായിട്ട് വരുന്ന 3 റീജിയനുകൾ ഏതൊക്കെയാണ്? ഏറ്റവും പുറത്തുള്ള 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ക്രൗൺ, നെക്ക് ആൻഡ് റൂട്ട്. ക്രൗൺ, നെക്ക് ആൻഡ് റൂട്ട്. ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. 13th ക്വസ്റ്റ്യൻ. കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ്സ് ദി ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദി ഗം. നമ്മളെ ഈ ഒരു പല്ലിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു സോക്കറ്റിൻ്റെ ഉള്ളിലാണ്, ഒരു കവറിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പല്ലിങ്ങനെ ഇരിക്കുന്നത്. ഓരോന്നും ഇങ്ങനെ വെച്ച പോലെ നല്ല ക്രമത്തിലാണ് നമ്മുടെ പല്ലിരിക്കുന്നത് അല്ലേ. അത് സോക്കറ്റ് ഓഫ് ഗമ്മിന് എന്താണ് നമ്മൾ പറയുന്നത്? സെമൻറ്റം എന്നാണ് കേട്ടോ. സെമൻറ്റത്തിൽ കാൽഷ്യം ഉണ്ട്. കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ആണ് സെമൻറ്റം. അതാണ് നമ്മുടെ പല്ലിനെ അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാമല്ലോ സെമൻറ്റം. ഇറ്റ് ഇസ് കാൽഷ്യം കണ്ടെയ്നിങ്. ഇതാണ് സെമൻറ്റം. ഇനി 14th ക്വസ്റ്റ്യൻ. ദ ഡാഷ് പ്രസൻറ്റ് ഇൻ ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി സ്റ്റൊമക്ക് റിറ്റെയിൻ ഫുഡ് ഫോർ എ പെസിഫിക് പീരീഡ്. ഒരു പെസിഫിക് പീരീഡ് ഓഫ് ടൈമിന്, കുറച്ച് സമയത്തേക്ക് ഫുഡിനെ സ്റ്റൊമക്കിൽ തന്നെ വെക്കുവാനായിട്ടുള്ള പോസ്റ്റീരിയർ പാർട്ട് ഏതാണ്? ഇറ്റ് ഈസ് സർക്കുലർ മസിൽസ്. അതിന് നമ്മൾ സർക്കുലർ മസിൽസ് എന്നാണ് പറയുക. 15th ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഡിനോട്ടഡ് ബൈ എ ആൻഡ് ബി ഇൻ ദി ഇല്ലുസ്ട്രേഷൻ. ഈ ഒരു ഇല്ലുസ്ട്രേഷനിൽ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് എയും ബിയും എന്താണ് എന്ന് എഴുതാനാണ്. എ വരുന്നത് പെരിസ്റ്റാലിസിസ്. എ സൂചിപ്പിക്കുന്നത് പെരിസ്റ്റാലിസിനെയാണ്. ബി സെഗ്മെൻറ്റേഷനെയാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെരിസ്റ്റാലിസിസ് ആൻഡ് സെഗ്മെൻറ്റേഷൻ നടക്കുന്നത് നമ്മളെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ്. വാട്ട് തിങ്സ് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ഫോർ ദ ഡെൻ്റൽ ഹെൽത്ത് കെയർ. നമ്മുടെ പല്ലിനെ പരിപാലിക്കാനായി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? വാഷ് യുവർ മൗത്ത് ആൻഡ് ബ്രഷ് യുവർ ടീത്ത് ആഫ്റ്റർ ഈറ്റിംഗ്. ഫുഡ് കഴിച്ചതിന് ശേഷം വായ കഴുകുകയും അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുകയും വേണം. റിഡ്യൂസ് ഷുഗർ ആൻഡ് അസിഡിക് ഫുഡും അതുപോലെ തന്നെ ഷുഗർ അടങ്ങിയ ഫുഡും കുറയ്ക്കുക. അവോയ്ഡ് സ്മോക്കിംഗ്, പുകവലി കുറയ്ക്കുക. വിസിറ്റ് ദി ഡെൻറ്റിസ്റ്റ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ ടു ഇൻസ്പെക്ട് ആൻഡ് ക്ലീൻ. കൊല്ലത്തിൽ 2 തവണ ഡെൻറ്റിസ്റ്റിനെ കാണുക. എന്നിട്ട് പല്ലിന് എന്ത് തകരാറുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ പല്ല് ക്ലീൻ ആക്കുകയും വേണം. 17th ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ ഒവ്യൂല ആൻഡ് എപ്പിഗ്ലോട്ടിക്സ് ഹെൽപ്പ് ഇൻ സ്വാലോയിങ് ഫുഡ്.
ഒവ്യൂലും എപ്പിഗ്ലോട്ടിസും നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നതാണ്. ഇതെങ്ങനെയാണ് ഫുഡിനെ സ്വാലോ ചെയ്യാൻ, ഫുഡിനെ വിഴുങ്ങുവാൻ സഹായിക്കുന്നത്? The ovula closes the nasal cavity that opens to the esophagus. നമ്മുടെ നേസൽ കാവിറ്റി, അതായത് നമ്മൾ ശ്വാസമൊക്കെ വലിക്കുന്നുണ്ടല്ലോ, മൂക്കിൻ്റെ ഒരു ഭാഗമാണ് നേസൽ കാവിറ്റി. ഈ നേസൽ കാവിറ്റിനെ, ഈ ഫുഡിനെ നമ്മൾ താഴേക്ക് വിഴുങ്ങുമ്പോൾ ഒവ്യൂൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്ത് വെക്കും. ഓക്കെ, ആ ഒരു ഭാഗത്തെ ക്ലോസ് ചെയ്ത് വെക്കും. നേസൽ ക്യാവിറ്റീനെ ക്ലോസ് ചെയ്യും ഒവ്യൂള. സോ ഫുഡ് ഡസ് നോട്ട് ഗോ ദർ. എന്തിനാണ് ക്ലോസ് ചെയ്ത് വെക്കുന്നത്? ഫുഡ് അങ്ങോട്ട് പോവാതിരിക്കാനാണ്. ആൻഡ് എപ്പിഗ്ലോട്ടിസ് ആക്ട് ആസ് എ ലിഡ് ഓവർ ട്രക്കിയ. ട്രക്കിയൻ്റെ മുകളിലുള്ള ഒരു ലിഡായിട്ട്, ഒരു മൂടിയായിട്ടാണ് എപ്പിഗ്ലോട്ടസ് ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാവും. എപ്പിഗ്ലോട്ടസിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് എ ലിഡ് ഓവർ ട്രക്കിയ ആൻഡ് ഒവ്യൂള വിച്ച് ക്ലോസസ് ദി നേസൽ ക്യാവിറ്റി ബിക്കോസ് ഫുഡ് ഡസ് നോട്ട് ഗോ ദർ. ദാറ്റ്സ് വൈ ഒവ്യൂള ക്ലോസസ് ദി നേസൽ ക്യാവിറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് കരുതുന്നത്. നമുക്കിത് ടെക്സ്റ്റ് ബുക്കിലും ഇതെങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം, പഠിക്കണം. നമ്മൾ ടെക്സ്റ്റിലേക്ക് വരികയാണ്. ടെക്സ്റ്റിലേക്ക് വരുമ്പം നിങ്ങൾക്കിവിടെ കാണാം, ഫസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റ് ലൈനോ നോക്കും. അവിടെ പറയുന്നുണ്ട്, എ ബാലൻസ്ഡ് ഡയറ്റ് ഇസ് എ ഡയറ്റ് ദാറ്റ് പ്രൊവൈഡ് ഓൾ ദി ന്യൂട്രിയൻസ് ഇൻ ദ റൈറ്റ് പ്രൊപ്പോർഷൻ. ശരിയായ അളവിൽ പോഷകങ്ങളെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, തരുന്ന ഫുഡിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ ആ ഒരു ഡയറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. പിന്നെ ഫുഡ് പ്ലേറ്റ് എന്താണ്? ഫുഡ് പ്ലേറ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് പ്ലേറ്റിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദോസ് ഇൻ ദ ഗ്രോയിങ് ഏജ് ടു ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. എന്തെങ്കിലും വാരി വലിച്ച് കഴിക്കുക എന്നല്ലാതെ നമ്മൾ ശരിയായ പോഷകങ്ങൾ അടങ്ങുന്ന ഭക്ഷണം വേണം കഴിക്കാനായിട്ട്. എന്നാലേ നമുക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ. ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലേറ്റിൻ്റെ ഹാഫ് എന്തായിരിക്കും? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരിക്കും. പിന്നെ ക്വാർട്ടർ വരുന്നത് ഗ്രീൻസ് അഥവാ ധാന്യങ്ങളായിരിക്കും. പിന്നെ വരുന്ന ക്വാർട്ടർ വരുന്നത് പ്രോട്ടീൻ ആൻഡ് ഫുഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സ്, മിൽക്കൊക്കെ, ഒരു 1 ഗ്ലാസ് ഓഫ് മിൽക്ക്, അതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരുപാട് ആൾക്കാർ ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലേ? അതായത് പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിക്കാറുണ്ട്, ഔട്ട്സൈഡ് ഫുഡ്. അങ്ങനെ കഴിക്കുന്നത് നല്ലതാണോ ശരിയാണോ? നമുക്കൊന്ന് ആലോചിച്ചാൽ തന്നെ അറിയാം അത് തെറ്റാണ് എന്നുള്ളത് അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? ഫുഡ് ഐറ്റംസ് ആർ ഹൈ ഇൻ കലോറീസ്. പുറത്തുള്ള ഫുഡിലൊക്കെ ഭയങ്കര കലോറീസ് ആണ്, പക്ഷേ ലോ ന്യൂട്രീഷണൽ വാല്യൂ, പോഷകത്തിൻ്റെ അളവിലോ അത് കുറവാണ്. പോഷകം വളരെ കുറവാണ് പുറത്തുള്ള ഫുഡിൽ. അതുകൊണ്ടാണ് നമ്മൾ അധികം ജങ്ക് ഫുഡൊന്നും കഴിക്കരുത് എന്ന് പറയുന്നത്. ഈ ഒരു പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പറയുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് നല്ലതാണോ? എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തതിലൂടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. ഫെറ്റീഗ്, ഡ്രോയിനെസ്, ലാക്ക് ഓഫ് അറ്റൻഷൻ ഇൻ സ്റ്റഡീസ് ആൻഡ് ലോസ് ഓഫ് മെമ്മറീസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മൾ ടെക്സ്റ്റിലൊന്ന് പറയാമെന്നുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇവിടേക്ക് വരാം. ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത് അമീബയും ഹൈഡ്രയാണ്. ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് അമീബയാണ്, സെക്കൻഡ് കാണുന്നതാണ് ഹൈഡ്ര. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമീബയിലുള്ളത് ഇൻട്രാ സെല്ലുലാർ ഡൈജഷനാണ്, ഹൈഡ്രയിൽ നടക്കുന്നത് ഇൻട്രാ സെല്ലുലാറും അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാറും നടക്കുന്നുണ്ട്. നമുക്ക് അമീബൻ്റെ കേസ് ഒന്ന് എടുക്കാം. അമീബിൻ്റെ അടുത്ത് ഫുഡ് വരികയാണ്. നിങ്ങൾക്ക് കാണാം ഒരു റെഡ് ഷേപ്പിലാണ് ഇവിടെ ഫുഡ് കൊടുത്തിട്ടുള്ളത്. എൻഗൾഫ് ദ ഫുഡ് ഇൻ ടു ദ സെൽ യൂസിങ് സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ട് ഫുഡിനെ എന്ത് ചെയ്യും? എൻഗൾഫ് ചെയ്യും, വിഴുങ്ങും. ആ ഒരു പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാമല്ലോ, കവർ ചെയ്തിട്ട്. ഫുഡ് ഇൻ ദ ഫുഡ് വാക്യൂൾ. പിന്നെ ഫുഡ് എവിടെ എത്തും? ഫുഡ് വാക്യൂളിലെത്തും. നിങ്ങൾക്ക് കാണാം ഫുഡ് ഒരു സാക്കിൻ്റെ ഉള്ളിലാണ് ഉള്ളത്, ഒരു പൊതിൻ്റെ ഉള്ളിലാണ് ഫുഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ എന്താ സംഭവിക്കുന്നത്? എൻസൈംസ് ഡൈജസ്റ്റ് ദ ഫുഡ്. ആ ഒരു ഫുഡിനെ കുറച്ച് എൻസൈംസ് വന്നിട്ട് ഡൈജസ്റ്റ് ചെയ്യും, ദഹിപ്പിക്കും. ഇതിനെയാണ് നമ്മൾ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയാം. റെമനൻസ് ആർ എക്സ്പെൽ ത്രൂ ദ സെൽ സർഫസ്. സെല്ലിൻ്റെ സർഫസിലൂടെ, പ്രതലത്തിലൂടെയാണ് പിന്നെ ഫുഡിൻ്റെ ബാക്കി വരുന്ന അവശിഷ്ടങ്ങളുണ്ടല്ലോ അതൊക്കെ പുറത്തോട്ട് തള്ളുന്നത്. ഇനി ഹൈഡ്രൻ്റെ കേസിലേക്ക് നമ്മൾ വരികയാണ്. ഹൈഡ്ര പാരലൈസസ് ദി പ്രേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ടെൻറ്റാക്കിൾസ് ആൻഡ് ക്യാരിയസ് ഇറ്റ് ഇൻസൈഡ് ദ മൗത്ത് ആൻഡ് ദെൻ ഇൻ ടു ദ ബോഡി ക്യാവിറ്റി. ഇവിടെ നിങ്ങൾക്ക് കുറേ ടെൻറ്റാക്കിൾസ് കാണാം. ഹൈഡ്രൻ്റെ ബോഡിയിൽ നിന്ന് കുറച്ച് വള്ളികൾ പോലെ നിങ്ങൾ കാണുന്നില്ലേ? കുറച്ച് വള്ളികൾ പോലെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. അതിനെയാണ് നമ്മൾ ടെൻറ്റാക്കിൾസ് എന്ന് പറയുക കേട്ടോ. ഈ ടെൻറ്റാക്കിൾസ് ഉപയോഗിച്ചിട്ട് അതെന്ത് ചെയ്യും? അതിൻ്റെ ഇരയെ പിടിക്കും, എന്നിട്ട് അത് ഉള്ളിലേക്ക് കൊണ്ടുവരും, ബോഡി ക്യാവിറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഡൈജഷൻ ബിഗിൻസ് ഇൻ ദ ബോഡി ക്യാവിറ്റി ബൈ ദ ആക്ഷൻ ഓഫ് എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽസ് ഓഫ് ഇന്നർ വാൾ ഓഫ് ബോഡി ക്യാവിറ്റി. ഈ ബോഡി ക്യാവിറ്റീൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് എൻസൈംസ് പ്രൊഡ്യൂസ് ആവും. എൻസൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ഫുഡിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എൻസൈംസ് എന്ത് ചെയ്യും, അവിടുന്ന് പ്രൊഡ്യൂസ് ആവും. അങ്ങനെ ഡൈജഷൻ തുടങ്ങും. ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ എക്സ്ട്രാ സെല്ലുലർ ഡൈജഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെല്ലിന് പുറത്ത് നടക്കുന്നത്. Enzymes in the food vacuole completely digest the partially digested components that enter the cell. ഇനി സെല്ലിലേക്ക് കയറുന്ന പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള, അതായത് പകുതി മാത്രം ദഹിച്ചിട്ടുള്ള ഫുഡിനെ ഈ ഫുഡ് വാക്യൂളിലുള്ള എൻസൈംസ് എല്ലാം കൂടി അതിനെ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ആക്കും, മുഴുവനായിട്ടും അതിനെ ദഹിപ്പിക്കും. ഇതിനെയാണ് നമ്മൾ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയാം. ഇനി ബാക്കി വരുന്ന റമിനൻസ്, അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ മൗത്തിലൂടെ പുറത്തേക്ക് തള്ളും, പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യും. ഈ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. പിന്നെ ഡൈജഷൻ 2 ടൈപ്പ് ഉണ്ട്. മെക്കാനിക്കൽ ഡൈജഷനും ഉണ്ട്, കെമിക്കൽ ഡൈജഷനും ഉണ്ട്. ഇത് രണ്ടും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ഇൻറ്റു സ്മോളർ പാർട്ടിക്കിൾസ്. വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡിനെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കുന്നതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയാം. അതായത് നമ്മൾ ടീത്തും അതുപോലെ തന്നെ നമ്മുടെ മസിൽസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മൗത്തിലെത്തുന്ന ഫുഡിനെ എന്ത് ചെയ്യും, ച്യൂയിങ് ചെയ്തിട്ട്, അതായത് ചവച്ചിട്ടൊക്കെ നമ്മൾ അതിന് ചെറിയ ചെറിയ പാർട്സ് ആക്കില്ല, അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുക. കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ന്യൂട്രിയൻസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ന്യൂട്രിയൻസ് ബൈ ദ ആക്ഷൻ എൻസൈംസ് ഇൻ ദി ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഓക്കെ, ഡൈജസ്റ്റീവ് ജ്യൂസസിൻ്റെ എൻസൈമുകൾ ഉണ്ടാവില്ല. ഡൈജസ്റ്റീവ് ജ്യൂസസ് ആയിട്ടുള്ള എൻസൈംസ് ഉപയോഗിച്ച് നമ്മുടെ ഫുഡിനെ കുറച്ചും കൂടി സ്മോളർ പാർട്ടിക്കിൾസ് ആക്കുക, ഒരു പേസ്റ്റ് ഫോമത്തിലൊക്കെ ആക്കുക, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ ഡൈജഷൻ എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ അത്ര ലെങ്തി ആക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ബയോളജി ഭയങ്കര എളുപ്പമാണ്. നിങ്ങളിതൊന്നും ടഫാണെന്നൊന്നും കരുതരുത്. ഇത് വളരെ എളുപ്പമുള്ള ഡെഫിനിഷൻസൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പം നേരെ പഠിക്കുക കേട്ടോ. ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങളത് പഠിച്ചു പോവുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്